ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. പെട്ടെന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ സ്വന്തം ക്യാമ്പ് റിവ്യൂയിലേക്ക് പോയി ലുലുവിലോട്ട് വന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ അങ്ങ് വരെ എത്തത്തില്ലെന്ന് അറിയായിരുന്നു. പിന്നെ നമ്മൾ ക്യാമ്പ് റിവ്യൂ നമ്മളെല്ലാവരുടെ ഫാമിലി മൊത്തത്തിൽ കൂടി നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ ന്യൂ ഇയറിൽ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഈ ന്യൂ ഇയർ ഇങ്ങനെ നമ്മൾ അടിച്ചു പൊളിക്കുന്നത്. നമ്മുടെ ക്യാമ്പ് റിവ എവിടെയാണെന്ന് പറയാം. നിങ്ങൾ ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്ന് ചേർന്നിരിക്കുന്നത് റിവ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിപ്പോർട്ടറാണ്. ഇവിടെ ഇന്ന് നമ്മൾ ആഴ്ച പൊളിക്കുന്നു. കുപ്പിയുണ്ട്, കള്ളുണ്ട്. അപ്പൊ നമ്മള് ക്യാമ്പ് റിവ്യൂയിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 7-8 മണിയായപ്പോൾ എത്തി. 8 മണിക്ക് ഇവിടെ ഗാനമേള തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതനുസരിച്ച് എത്തിയൊക്കെയാണ്. ഇത് നമ്മുടെ മുരിക്കുമ്പുഴ വെയിലൂർ എന്നൊക്കെ പറയും. നമ്മുടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ സിറ്റിക്ക് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം അങ്ങനെ വളരെ അധികം പബ്ലിസിറ്റി ആയിട്ട് വന്നിട്ടില്ല. എന്നാലും അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. നല്ല തിരക്കായി വരുന്നുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ റിവ. ഇവിടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് പ്രത്യേകത എടുത്തു പറയാൻ പറ്റുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ ഒക്കെ ഉണ്ട്. സ്റ്റേ നമ്മുടെ ഓപ്പണിൽ ടെന്റിനകത്താണ് സ്റ്റേ വരുന്നത്. അപ്പം ഇവിടെ പറ്റുന്നുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വരാൻ നോക്കുക കേട്ടോ. റിവയുടെ അഡ്വർടൈസ്മെന്റോ അല്ല പബ്ലിസിറ്റിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് സ്ഥലമാണ്, സ്പോട്ടാണ്. ഞങ്ങളുടെ നല്ലൊരു അടുത്ത ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ചേട്ടൻ്റെയാണിത്. നമ്മൾ ടെന്റ് ഉദ്ഘാടനം ഞങ്ങളെ ഫാമിലിയുള്ള ഇന്ന് കൂടി നമ്മളെല്ലാവരും തന്നെയായിരുന്നു അന്നത്തെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ നമ്മുടെ സെലിബ്രേഷൻ ഇവിടെ വെച്ചിട്ടാണ്. 12 മണിയിൽ ജസ്റ്റ് ഒന്ന് സമയം പോകാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളും കൂടെ കൂടിയെന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഫാമിലി പോലെയാണല്ലോ. മനുവേട്ടൻ്റെ ആണിത് സ്ഥാപനം. അപ്പോൾ ഫുഡ് കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ ഗാനമേള സെറ്റ് ചെയ്തിട്ടുണ്ട്. പകൽ സമയം വരികയാണെങ്കിൽ നല്ല ഇതുണ്ട്. കാരണം ഞാൻ ഫ്ലാഷായി കാണിക്കുകയാണ്. ചുറ്റും നമ്മളെ ഇതാണ് കേട്ടോ, എന്താ തോട് കണക്കെ. തോട് എന്ന് പറയാന്ന് വെച്ചാൽ ഒഴുക്കുള്ള ആറ് പോലെ ചെറിയൊരു അവിടെ നമുക്ക് വള്ളം ഒക്കെ ഉണ്ട് കേട്ടോ. വള്ളം സെറ്റിങ്സ് ഒക്കെ ഉണ്ട്, വള്ളമൊക്കെ ഉണ്ട്, ഹാക്കിങ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. പകൽ സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് വള്ളം ഉണ്ട് കേട്ടോ. കുറേ ദൂരം വരെ നമുക്ക് വള്ളത്തിൽ അവർ കൊണ്ടുപോകും. വലിയ ഓർക്കസ്ട്രയും കാര്യങ്ങളൊന്നുള്ള ഗാനമേള അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടിട്ട് അവർ ചെയ്തു. പിന്നെ ലൈവായിട്ട് നമുക്ക് ഇതാ ഓംപ്ലേറ്റ് ദോശയൊക്കെ ഉണ്ടാക്കി തരുന്ന സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബൊഫേ ആയിരുന്നു. ബൊഫേ ഉണ്ട് ഒരു സൈഡിൽ. ഇത് നമുക്ക് ലൈവായിട്ട് അപ്പോഴും തന്നെ ഒരു ചേട്ടന്മാർ നിന്നിട്ട് അവിടെ അപ്പോഴും നമുക്ക് പറയുന്നതനുസരിച്ച് ഡബിൾ ഓംപ്ലേറ്റോ സിംഗിളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴപ്പോഴും ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മൾ ഇഷ്ടം മാതിരി വാങ്ങി കഴിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് അന്നത്തെ ദിവസം അവിടെ ചെയ്തേക്കുന്നത് അവനോട്ടെ. അപ്പോൾ നമുക്ക് വേണ്ടി ബൊറോട്ടയുണ്ട്, റൈസുണ്ട്, പരസ്യം പറയുന്ന പോലെ റൈസുണ്ട്, നല്ല കുറുമ ചിക്കൻ കുറുമയുണ്ട് കേട്ടോ. പിന്നെ സോയാബീൻ്റെ ഒരു ഫ്രൈ വരുന്നുണ്ട്, കപ്പ വരുന്നുണ്ട്, കപ്പയുടെ നല്ല എന്താ ചൂര മീൻകറി വരുന്നുണ്ട്, പിന്നെ സാലഡ്, പച്ചടി, പപ്പടം ഇത്യാദി വ്രതങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഊഞ്ഞാല് അങ്ങനെ 2 സ്ഥലങ്ങളുണ്ട്. ഇപ്പം ചെറുക്കൻ എന്നെ ആടാൻ സമ്മതിക്കരുത്. ഞാനങ്ങനെ കുറച്ച് ഞാനിപ്പോൾ പാടി വായിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നതാണ്. പിള്ളേർക്ക് ഓടി നടന്ന് കളിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രാത്രി ആയതുകൊണ്ടുള്ള ചെറിയ ഇതൊക്കെ ഉള്ളൂ. ഫുൾ വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളോട്ട് അത്യാവശ്യം പിള്ളേരെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. അതിൻ്റെ ബാക്കിൽ കാണുന്ന മൊത്തവും വെള്ളമാണ് കേട്ടോ. അവിടെ നമ്മുടെ ഒരു വള്ളമൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവരെ കൊണ്ട് നിവർത്തിയില്ല ഗൈസ്. അപ്പം ഞങ്ങളവിടെ കുറച്ച് റെസ്റ്റ് എടുത്ത് അണ്ണനും ചേച്ചിയും കൊച്ചൊക്കെ ഇങ്ങനെ വരണേ ഉള്ളൂ. അപ്പം നമ്മൾ അവരിങ്ങനെ ഹായൊക്കെ കാണിച്ച് വരവേൽക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഗാനമേള ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു.
അപ്പോൾ കുറച്ച് നേരം എൻ്റെ കുറച്ച് ഫോട്ടോ ഷൂട്ടിംഗ് ആണ് ഈ നടക്കുന്നത് ഗൈസ്. അപ്പം വള്ളത്തിൽ കയറാനായിട്ടുള്ള ഒരു ചെറിയ സ്പോട്ട് ഉണ്ട് കേട്ടോ. ആ സ്ഥലത്ത് കയറി നിന്നിട്ട് വെള്ളം രണ്ടെണ്ണോടെ വലിയ 2 വെള്ളം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് കയറാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം ഇങ്ങനെ കെട്ടി, പണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് തുടക്കമല്ലായിരുന്നു, ഇത്രയും നല്ല സെറ്റപ്പ് ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കയറി കുറച്ച് ദൂരം നടന്ന് പോയിട്ട് വേണം നമ്മളവിടെ വെള്ളം കിടക്കുന്നവിടെ വെള്ളത്തിൽ കയറാനുള്ളത്. വെള്ളമൊക്കെ 7 മണിയുടെയൊക്കെ സർവീസ് ഉള്ളത് കഴിഞ്ഞ് നിർത്തും. നമ്മൾ രാത്രിത്തെ ഫംഗ്ഷൻ ആയതുകൊണ്ട് വെള്ളമൊക്കെ കരയ്ക്കടിപ്പിച്ച ശേഷമാണ് നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങിയത്. ഗാനമേള നടക്കുന്നു, ധ്യാനൂസ് അവിടെ നിന്ന് ഓടിക്കൊണ്ടുവരുന്നു. ഫുള്ള് ഓടി കിടന്ന് പിള്ളേർ നല്ല എൻജോയ് ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് ബൊഫെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അവിടെ ഒരു ചെറിയ ഏരിയ ഉണ്ട്, അപ്പോൾ ആൾക്കാർക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ ഇരിക്കാം. പിന്നെ ഇവിടെ കൊണ്ടുപോയി ഓരോ മേശകളെ സെറ്റ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ഫുഡ് കഴിക്കാം, അവിടെ ഇരിക്കാം, സംസാരിക്കാം. ഈ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന്റെ വൈബ് എന്ന് തന്നെ പറയണം. അപ്പൊ ഇങ്ങനെ ഓണായാൽ നമ്മളെല്ലാവരും ഓണാവും. കുറേ നേരം അനക്കൊന്നുമില്ല, ഇവരെല്ലാം മെലഡി പാട്ട് പാടിക്കൊടുന്നു. അപ്പോൾ അവസാനം ഒരു അടിച്ചുപൊളി പാട്ട് കിട്ടിയപ്പോൾ നമ്മളെല്ലാം ഇറങ്ങി. പിന്നെ ഗാനമേളക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ്, അവർ നല്ല നല്ല അടിച്ചുപൊളി പാട്ട് പാടി തുടങ്ങി. അവർക്ക് മനസ്സിലായി ഇങ്ങനത്തെ പാട്ടുകൾ ഇവിടെ ഓടോളം. അവരും ഒരു രസമില്ലാതെ ഇങ്ങനെ പാടിയിരിക്കുന്നു, നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് സജീവണ്ണം കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ടുവന്നു. അവിടെ പ്രത്യേകം ഓരോ ഉണ്ടാക്കിയെടുത്ത കഞ്ഞിവെള്ളമാണ് ഗൈസ്. അപ്പം ഞാനത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ടേസ്റ്റ് നോക്കിയാലോ നീ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളായിരുന്നു, നല്ല സാധനമായിരുന്നു കേട്ടോ. സമയം 12:54. ഫോക്കസായി. ഹലോ ഗായ്സ്, ന്യൂ ഇയർ ആയിട്ട് 1:45 നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 1/1/2025 ഗുഡ് മോർണിംഗ്.
ഈ കിടക്കട്ടെ, രാവിലെ ജോലിക്ക് പോകണം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.